ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് കേരള സ്റ്റൈൽ ചിക്കൻ വരട്ട് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം കേട്ടോ. ചിക്കൻ നന്നായിട്ട് കഴുകിയെടുക്കുക, എന്നിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കുക. പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി റെഡിയാക്കി വെക്കാം കേട്ടോ. ഒരു ചോപ്പറിലോട്ട് സവാള, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം ആഡ് ചെയ്ത് നല്ല രീതിയിൽ ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ചോപ്പർ ഉള്ളത് വളരെ യൂസ്ഫുള്ളാണ്. ഇലക്ട്രിക് അല്ലാതെ ഉള്ള ചോപ്പറും എൻ്റെ അടുത്തുണ്ട്, പക്ഷേ ഞാൻ ഇതാണ് കുറച്ചും കൂടി കൂടുതൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. നല്ല എല്ലാവർക്കും ഈസി ആയിട്ട് നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റും. പിന്നെ അതിന് ശേഷം നമ്മൾ തക്കാളി അരിഞ്ഞെടുക്കുക. അതിനുശേഷം അതൊരു മിക്സി ജാറിലോട്ടിട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചാൽ നമുക്ക് പിന്നെ നമ്മുടെ പണി എളുപ്പമാണ്. അതിനുശേഷം ഒരു കടായി അടുപ്പിൽ വയ്ക്കുക. ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് വന്നതിന് ശേഷം അതിലോട്ട് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഇത്രയും മസാലപ്പൊടികളാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഒരു മിനിറ്റ് ഇളക്കി കൊടുക്കുക. ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ റോസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയത്. നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ആഡ് ചെയ്ത മസാലപ്പൊടികളുടെ പച്ചച്ചുവയൊക്കെ മാറിയതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി പേസ്റ്റിലുണ്ടായിരുന്ന ആ ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ഇങ്ങനെ നമുക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എണ്ണ തെളിഞ്ഞ് വരുന്നത്. അതിനുശേഷം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കനും മസാലയും കൂടി നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കുക. ചിക്കൻ പീസസിൽ മസാല പിടിക്കുന്നത് വരെ നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കുക. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം നമ്മൾ ആഡ് ചെയ്യുന്നില്ല. വീഡിയോയിൽ കാണുന്ന പോലെ ചിക്കനും മസാലയും നല്ല രീതിയിൽ മിക്സ് ആയതിനു ശേഷം ഒരു 3 മിനിറ്റ് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കുറച്ച് കൂടി ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് വരുന്നത്. ഈ അടച്ചു വെക്കുക എന്നുള്ളത് നമ്മൾ ഒരു 4 തവണയോളം ഇതേ പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യണം. കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ അടച്ചു വെക്കുക, ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഇളക്കുക. കാരണം ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അവസാനമായി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റും കൂടി നമുക്ക് ഇതുപോലെ തന്നെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഈ ചിക്കൻ വരട്ടിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനൊരു ചെറിയ ഷോർട്ട് വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഏട്ടന് കൊടുത്തിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ. ഇന്ന് ഞങ്ങൾക്കിന്ന് ഉച്ചയ്ക്ക് ബ്രെഡായിരുന്നു. ബ്രെഡിൻ്റെ കൂടെയാണ് ഞാൻ ഇത് സെർവ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. നമുക്കങ്ങനെ ചോറ് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്. ചേട്ടൻ കഴിച്ച് നോക്കിയിട്ടുള്ള റിപ്ലൈ ഇങ്ങനെയായിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.